എന്ത് ചൂടല്ലേ. ഞാനും അച്ഛനും കൂടെ കുറേ നാളായിട്ട് ചിന്തിക്കുന്നു ഇങ്ങോട്ട് വന്ന് കല്യാണം വിളിക്കണം. ഇപ്പോൾ ഇന്നാണ് അതിനൊന്ന് സമയം കിട്ടിയത്. ചായ വേണ്ട. നമ്മളിപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് ചായ കുടിച്ചതേ ഉള്ളൂ. വേണ്ട, ചായ വേണ്ട. മോളെവിടെ? മോളെ കണ്ടില്ല. മോളെക്കുറിച്ച് പറയാനിപ്പോൾ എല്ലാവർക്കും സമയമേ ഉള്ളൂ. കാരണം എപ്പം നോക്കിയാലും യൂട്യൂബിൽ ഇൻസ്റ്റയിൽ വീഡിയോസൊക്കെ കാണുകയല്ലേ. ഇപ്പം എൻ്റെ മോളും അത് തന്നെ പറയുന്നത്. ഫോൺ തുറന്ന മോളുടെ വീഡിയോസാണ്. പിന്നെ ഇതൊന്നും കാണാനുള്ള സമയമൊന്നും നമുക്കില്ല. കാരണം നമുക്ക് അതിനുള്ള ഒട്ടും സമയമില്ല. ഇപ്പോൾ അവർക്ക് തന്നെ ജോലി എന്ന് പറഞ്ഞ് ഫുൾ ടൈം വീട്ടിൽ വന്നാലും ജോലി, അവിടെ പോയാലും ജോലി. കാരണം വീട്ടിൽ വന്നാലും അവിടുത്തെ വർക്ക് ഒത്തിരി കാണുമെന്നേ. മൊബൈലായിട്ട് റൂമിനകത്ത് കയറി കഴിഞ്ഞാൽ പണിയാങ്ങ് കൊച്ചിന്. പിന്നെ മോക്കാകുമ്പോൾ പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നൊക്കെ പറയുന്നത് പണിയില്ലാത്ത പാട്ടുള്ള കാര്യം. മോക്ക് പിന്നെ ഒത്തിരി ബോയ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലേ. ഇന്നലെ ഞാൻ കണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ പോകുന്ന വീഡിയോസ്. കണ്ടതല്ല, ഇങ്ങനെ കൈ തട്ടി പോയപ്പോൾ ഇങ്ങനെ കണ്ടതായിരുന്നു. പിന്നെ ഒന്ന് രണ്ടിടത്ത് കയറിയപ്പോൾ അവരും പറഞ്ഞായിരുന്നു ഈ ആമ്പിള്ളേരായിട്ടുള്ള കൂട്ടൊന്നും അത്ര നല്ലതൊന്നും അല്ലെന്നേ. ഒന്ന് അത് കല്യാണമൊന്നും ആവാത്ത പെൺകൊച്ച്. ഇങ്ങനെ ഒരു പെൺകൊച്ചിനെയാണല്ലോ ദൈവം എനിക്ക് കിട്ടിയെന്നാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്. ഒരു മനുഷ്യരെ മുഖത്ത് നോക്കത്തില്ല. പെൺപിള്ളേരായിരുന്നാലും ആമ്പിള്ളേരായിരുന്നാലും ഇപ്പോൾ തന്നെ അവളുടെ കൂടെ ജോലി ഒരു പയ്യനായിട്ടാണ് നമ്മളിപ്പോൾ കല്യാണം ഉറപ്പിച്ചേക്കുന്നത്. അവൻ തന്നെ ഇവിടെ അടുത്ത് വന്ന് അച്ഛൻ്റെ നമ്പർ മേടിച്ച് അവൾ അപ്പം തന്നെ അച്ഛൻ നമ്പർ കൊടുത്തു. എന്നോടൊന്നും സംസാരിക്കേണ്ട. അച്ഛൻ്റെ നമ്പർ അപ്പം തന്നെ അവളങ്ങ് കൊടുത്തു. അവൻ നേരെ അച്ഛനെ വിളിച്ചു. അച്ഛനോടാണ് പിന്നെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചത്. ഞാൻ പറയും ഇടയ്ക്കിടയ്ക്കൊന്ന് അവനെ വിളിക്കുമ്പോൾ അവൻ എന്ത് ചിന്തിക്കും അല്ലേ. ഈ പെൺകൊച്ചാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു നാണം കുണിക്ക് പെണ്ണെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഫോട്ടോയോ? ട്രിപ്പോ? അത് പിന്നെ അവരെല്ലാവരും കൂടെ ഓഫീസിൽ നിന്ന് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ട്രിപ്പ് പോയപ്പോൾ അവിടെയുള്ള എല്ലാവരും കൂടെ നിർബന്ധിച്ചാണ് അവൻ്റെ കൂടെ നിർത്തി ഒരു ഫോട്ടോ എടുത്തു. ഒരു ഫോട്ടോ അതെങ്ങനെ അവൾ സ്റ്റാറ്റസ് ഇട്ട് കാണുമല്ലേ. അത് തന്നെ. ഇതൊക്കെ നോക്ക് ഡാൻസ് കിട്ടിയ ട്രോഫീസ് ആണോ? നിറയെ ഇരിപ്പുണ്ടല്ലോ. അവിടെ ഒരെണ്ണം ഇരിപ്പുണ്ട് വലുത്, ഇതിനേക്കാളൊക്കെ വലുത്. കാരണം അത് അവൾ കുഞ്ഞുനാളിൽ ഒരു ഡാൻസ് കളിച്ചിട്ട് അവൾക്ക് സമ്മാനം കിട്ടിയതാണ്. പിന്നെ നമുക്ക് പിന്നെ ഡാൻസിനോടൊന്നും ചേട്ടന് പ്രത്യേകിച്ച് പിന്നെ ഡാൻസിനോടൊന്നും ഒരു താല്പര്യമില്ല. കാരണം പഠിത്തത്തിലാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതുമാത്രമല്ല ഇപ്പം നാണോ മാനൊക്കെ ഉള്ളവർക്കൊന്നും പറഞ്ഞിട്ടുള്ളതൊന്നുമല്ല. പിന്നെ ഓളിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഡാൻസ് കളിച്ച് കാണിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ദൈവമേ അടിച്ചാലേ പിള്ളേർ രക്ഷപ്പെടും. ഇപ്പം തന്നെ കണ്ടില്ലേ അവൾ പഠിച്ചൊരു ജോലിക്ക് കയറി. ഇല്ലെങ്കിൽ മോളെ പോലേക്ക് ഇപ്പോൾ റീൽസൊക്കെ ചെയ്ത് നടക്കേണ്ടി വന്നേനെ. ഇതിൽ നല്ലത് കിട്ടുന്നുണ്ടോ? അപ്പോൾ പിന്നെ ശരി, ഞങ്ങൾ ഇറങ്ങുവാം. മോളെ കല്യാണത്തിന് വരണേ. ശരി.